ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മതങ്ങളും മനുഷ്യനെ പറ്റിക്കാനും കബളിപ്പിക്കാനും ആരാൻ്റെ പണം, ആരാൻ്റെ പോക്കറ്റിലുള്ള പണം എങ്ങനെ നമ്മുടെ മേശയിൽ എത്തിക്കാം എന്ന് ചിന്തിക്കുന്നവരുമാണെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മുടെ അനുഭവവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒരു ആരാധനാലയങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ആരാധിക്ക്, നിങ്ങൾ തേങ്ങ പൊട്ടിക്ക്, നിങ്ങൾ ആ വഞ്ചിക്കകത്ത് പൈസ ഇട് എന്ന് പറയുന്നില്ല. നമ്മൾ ചെന്ന് കയറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, നമ്മുടെ മക്കളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി, അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഈ ആരാധനാലയങ്ങൾക്ക്, ഈ ദൈവങ്ങൾക്ക്, ഈ പടച്ചോന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന കൈക്കൂലിയാണ്. അപ്പോൾ ഈ കൈക്കൂലിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതാരാ? നമ്മൾ തന്നെ. ഇനിയും ഏതെങ്കിലും നമ്മുടെ കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി, അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി അയാൾക്ക് പണം കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ പരാതിയാ. ആരെങ്കിലും എപ്പോഴെങ്കിലും ദൈവങ്ങൾക്ക് കൊടുത്തിട്ട് കാര്യം സാധിച്ചു കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല, ഒരാവലാതിയോ. അതല്ലെങ്കിൽ പോട്ടെ, ഇന്ന് ഞാനിത് ചെയ്തു സാധിച്ചില്ല, നാളെ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ചെയ്യാതിരിക്കുമോ? അപ്പോഴും ചെയ്യും. അങ്ങനെ ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇനിയും ഒരു അയവ് വരാത്തത്. ഈ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന വാവര് പള്ളിയിൽ പോയി നേർച്ചകള്, വഴിപാടുകള്, അതുപോലെ പണം നിക്ഷേപിക്കുക, തേങ്ങ ഉടയ്ക്കൽ, ഭസ്മം വാങ്ങിക്കൽ, ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരു മുസ്ലിമും ഇതിനെ ഒന്നും അംഗീകരിച്ചിട്ടുമില്ല. ഏതെങ്കിലും മുസ്ലിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കണമെങ്കിൽ നിർബന്ധമായും വാവര് പള്ളിയിൽ കയറി തേങ്ങ ഉടയ്ക്കണം, ആ കാണിക്ക വഞ്ചിയിൽ പണം നിക്ഷേപിക്കണം, അവിടെ നിന്ന് ഭസ്മം വാങ്ങണം? ആ വാവര് സ്വാമിയുടെ അനുഗ്രഹമില്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കില്ലെന്നോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ശരിയാകത്തില്ലെന്നോ, അതുമല്ലെങ്കിൽ ഈ തീർത്ഥാടനം തന്നെ നിഷ്ഫലമായി പോകുമെന്നും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. വാവര് പള്ളി ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, തെറ്റാണെങ്കിൽ പോകണ്ട. മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെങ്കിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന പള്ളിയാണ് വാവര് സ്വാമി ഇരിക്കുന്ന പള്ളിയെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനകത്തും കൂടി പോയി വിഗ്രഹാരാധന, ഏറ്റവും കൊടിയ പാപമായി കാണുന്ന ഇസ്ലാം മത വിശ്വാസാചാര പ്രകാരം എങ്ങനെയാണ് മുസ്ലിങ്ങൾ അത് ചെയ്യുക? 5 നേരം നമസ്കരിക്കുന്ന പള്ളിയിൽ എങ്ങനെയാണ് വിഗ്രഹത്തിനെ ആരാധിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഭസ്മം നൽകുക? ഈ വിഗ്രഹാരാധകന്റെ പണം ഏതു മാനദണ്ഡത്തിലാണ് സ്വീകരിക്കുക? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അവിടെ അയ്യപ്പന്മാര് വന്ന് ശരണം വിളിച്ചുകൊണ്ട് ആ വാവര് പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്താണ് അയ്യപ്പന്മാർ കയറി ശരണം വിളിക്കുന്നത്. സ്വാമി ശരണമായാലും ശരി, വാവര് സ്വാമി ശരണമായാലും ശരി, ആ ശരണം വിളിക്കുന്നത് അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമാണോ? അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു പള്ളിയാണെങ്കിൽ അവിടെ എന്തിനാ ഈ അള്ളാഹുവിന്റെ എഴുതി വെച്ചിരിക്കുന്നു? അവിടെ ഇരിക്കുന്ന എന്തിനാ അങ്ങനെ മുല്ലാക്കന്മാർ അവിടെ വന്നിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു കാര്യം പറയാം. ആ പള്ളിക്കകത്ത് കയറുമ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല. അവിടെ ഒരു പ്രദക്ഷിണം വെച്ച് അയ്യപ്പന്മാരെ പൈസ മാത്രം മതി. മാത്രമല്ല അവിടെ ഒരു നാളികേരം. എല്ലാത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പണമാണ്. പണത്തിനു മീതെ ഒരു ദൈവവും പറക്കില്ല. എല്ലാ ദൈവത്തിനും വേണ്ടത് സാധാരണക്കാരന്റെ പണമാണ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ വഖഫ്. സാധാരണക്കാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ധനാഢ്യനായ അള്ളാഹു ധനാഢ്യനാണ്. ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാണ്. ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ച് സംവിധാനിച്ചു കൊണ്ടുപോകുന്നവനായ അള്ളാഹുവിൻ്റെതല്ലേ ഇതെല്ലാം. ഇനിയും
1000-ന്റെയോ 2000-ന്റെയോ നോട്ടുകൾ അടിച്ചിറക്കാൻ പടച്ചോൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? കുറെ സ്വർണത്തിന്റെ മല തന്നെ പടച്ചോന്റെ സ്വന്തമല്ലേ ഇതെല്ലാം? പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ പാലക്കാടും മുനമ്പവും ഫറൂഖും ഈ പാവങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പിടിച്ചെടുത്ത് അള്ളാഹുവിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് ഇത് പടച്ചവന്റേതാണെന്ന് നിങ്ങൾ എന്തിനാ പണയുന്നേ? ഒരു ചടങ്ങുണ്ട് പള്ളിക്കാരെന്ന് ആളുകാരോടൊക്കെ. അപ്പൊ ഈ അയ്യപ്പന്മാരെ പറ്റിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇതിനകത്ത് കയറുമെങ്കിൽ തിരിച്ച് കറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭസ്മം കൊടുക്കും. ഈ ഭസ്മം കൊടുക്കുന്നത് ഇസ്ലാം ആചാരമാണോ? ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഈ പറഞ്ഞ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവർക്ക് എന്താണ്? അവർക്ക് നിഷിദ്ധമല്ലേ? വിഗ്രഹാരാധന നിഷിദ്ധമാണ്. മറ്റൊരു ഈശ്വരനിൽ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു മാത്രമാണ് ദൈവം. അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക, മറ്റൊരു വിശ്വാസത്തിനും പോകാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്ന തെറ്റാണ്. അവനെ മതത്തിൽ നിന്ന് പുറത്താക്കും. ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശരിക്കും നമ്മൾ ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനൊന്നും പറ്റില്ല. കാരണം പണം മാത്രമാണ്, അല്ലാതെ ഇസ്ലാമികപരമായിട്ട് ഒരു വിശ്വാസം അതിനൊരു സ്കോപ്പില്ല. നിങ്ങൾ കൃത്യമായി അപ്പൊ നമ്മളിത് പറയുമ്പോ നമ്മൾ വേറെ കോലത്തിൽ ചിത്രീകരിക്കുക. നിങ്ങൾ ശരിക്ക് അയ്യപ്പ ഭക്തര് ശരിക്കും മനസ്സിലാക്കേണ്ട അയ്യപ്പ ഭക്തരോട് ഒരു മുസ്ലിമും പുരോഹിതനാകട്ടെ പാമരനാകട്ടെ ആരും പറഞ്ഞിട്ടില്ല വാവര് പള്ളിയിൽ കയറി പണമിടണം. ആ വാവര് സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾ നിർബന്ധമായിട്ടും നേടണം ആരും പറഞ്ഞിട്ടില്ല. എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. വാവര് പള്ളി 5 നേരം ബാങ്ക് വിളിക്കുന്ന പള്ളിയാണോ? വിഗ്രഹാരാധന അള്ളാഹു എതിർക്കുന്ന വിഷയമാണ്. അള്ളാഹു ശപിച്ച വിഷയമാണ്. അള്ളാഹു കോപിച്ച വിഷയമാണ്. അള്ളാഹു ഒരിക്കലും മാപ്പ് തരാത്ത അസബഉൽ മൂബിഖാത്ത് എന്നെഴുതിയ 7 മഹാപാപങ്ങളിൽ ഒന്നാമത്തേതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക. വിഗ്രഹാരാധന, ബഹുദൈവാരാധന ഇത്രയധികം വെറുത്ത ഒരു പടച്ചോൻ ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഒരു മുസ്ലിമും അംഗീകരിക്കുന്നില്ല ഇത്. നിങ്ങൾ അയ്യപ്പ ഭക്തരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്നത് കൊടും പാതകമാണ്, തെറ്റാണ്. ഇപ്പോ എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായ പ്രകാരം വിഗ്രഹാരാധനയ്ക്ക് പോകുന്ന നിങ്ങൾ ഒരു കാരണവശാലും വാവരി സ്വാമിയെ തൊഴേണ്ട കാര്യമില്ല. ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞു വാവരി സ്വാമിയെ തൊഴണമെന്ന്? ഇല്ലല്ലോ. നിങ്ങൾ തന്നെ ഇതൊരു മാമൂലാക്കിയെടുത്തു. ഈ ആചാരത്തെയും വിശ്വാസത്തെയും നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്നിട്ടിപ്പോ ചാനലുകളിൽ വന്നിരുന്ന് വിജി തമ്പിയെ പോലെയുള്ള ആളുകൾ പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ചെയ്യണമെന്ന്. നിങ്ങൾ ഇത്രയും കാലവും ഊട്ടിക്ക് ടൂറ് പോയേക്കുമായിരുന്നു. നിങ്ങളുടെ ബുദ്ധിയും ഓർമ്മയും മതപരമായിട്ടുള്ള അറിവുകളുമൊക്കെ ഇത് തെറ്റാണ് എന്ന് ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലേ? ഈ കോടാനുകോടി ആളുകൾ, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോയി വാവരി സ്വാമിയെ വണങ്ങി അവിടത്തെ പ്രസാദവും ഭസ്മവും ഒക്കെ വാങ്ങി അവിടെ അവർ പണം നിക്ഷേപിച്ച് തേങ്ങ ഉടച്ച് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി അവിടെ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഉദ്ദേശശുദ്ധിക്ക് ഉപകാര സ്മരണ എന്നതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് വീണ്ടും അയ്യപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും വാവരി സ്വാമിക്ക് ഒരു വണക്കവും നന്ദിയും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെയും സ്വന്തം സമുദായത്തെ ബോധവൽക്കരണം നടത്താതിരുന്നത്? പിന്നെ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ പൈസക്ക് വേണ്ടി മാത്രമാണ് കൂട്ടരെ. അത് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. ഞാൻ കപടത കാണിക്കുള്ള ഓപ്പണായിട്ടാണ് പറഞ്ഞുതരാം. നിങ്ങൾ ആചാരവുമായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. എനിക്ക് നിങ്ങളായിട്ട് മാനവ സ്നേഹം, മനുഷ്യ സ്നേഹം അങ്ങനെ ഊട്ടിയുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് വേറെ വിഷയം. പക്ഷെ എനിക്ക് എന്റെ വിശ്വാസം ഞാൻ പിന്നെ നിങ്ങളെ മുമ്പിൽ വന്നുകാണ്ട് നിങ്ങളോട് വേറെ പോലെ വിശ്വാസത്തെ പോലെയൊക്കെ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ രൂപത്തിലുള്ള വിശ്വാസം പിന്തുടരണമെന്നൊന്നും ആരും പറഞ്ഞതല്ല. നമ്മളായിട്ട് തന്നെ ചെയ്യുന്നു, നമ്മളായിട്ട് തന്നെ അത് മാമൂലാക്കി വെച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയെങ്കിലും സ്വന്തം സമുദായത്തെ ബോധവൽക്കരണം നടത്തണം. അത് ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത്രേ വേണ്ടൂ. നന്ദി.